ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു നൊയമ്പ് കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്. നൊയമ്പ് കാലം എന്നത് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും കാലമാണ്. ഇതൊരു ആചരണം എന്നതിലുപരി ഒരു ഓർമ്മ പുതുക്കലിന്റെ കാലമാണ്. എന്താണ് നൊയമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുക, ഉപവസിക്കുക, ദൈവത്തോടു കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക എന്നതാണ് നൊയമ്പ് കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ പലപ്പോഴെങ്കിലും നാം ചിന്തിക്കാറുണ്ടാവാം, ഈ തിരക്കേറിയ ജീവിതത്തിൽ എന്തിന് ഉപവസിക്കണം, എന്തിന് നൊയമ്പ് ആചരിക്കണമെന്ന്, പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ നാം മനസ്സിലാക്കേണ്ട വസ്തുത എന്നത്, പ്രാർത്ഥനയാൽ നാം ദൈവത്തോട് നടന്നടുക്കുന്നു എങ്കിൽ ഉപവാസം, നൊയമ്പാചരണം എന്നീ രണ്ട് ചിറകുകൾ കൊണ്ട് നാം ദൈവത്തോട് പറന്നടുക്കുകയാണ് ചെയ്യുന്നത്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ഉപവസിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 16-ാം വചനം നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആവരുത് എന്ന്. അവിടെ ക്രിസ്തു നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്നല്ല, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്നാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഉപവാസം എന്നത് നമുക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളത് എന്നത് തന്നെയാണ്. ഇതിലൂടെ നാം ഉറപ്പായും ഉപവസിക്കണം എന്ന സന്ദേശമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. ഒരു ചടങ്ങിന് വേണ്ടിയുള്ള നൊയമ്പ് ആചരണമല്ല ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ വിശുദ്ധിയോടുകൂടെ നൊയമ്പ് ആചരിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഈ നൊയമ്പ് കാലത്തിൽ നൊയമ്പ് ആചരണത്തിനോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം പരത്തുവാനും ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ശോഭിക്കുവാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസയോടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.